ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കൊറിയൻ ഗ്ലാസ് സ്കിൻ സീക്രട്ടാണ് കേട്ടോ. കൊറിയത്തെ ചേച്ചിമാരൊക്കെ വെളുത്ത് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ റൈസ് മാസ്കാണ് യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അത് വൈറലായിട്ടൊരു സംഭവമാണ്. അപ്പോൾ നമുക്കത് പരീക്ഷിച്ച് നോക്കാനൊന്നുമില്ല. ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല എഫക്റ്റുള്ള സംഭവമാണ്. സ്കിന്നൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഇപ്പം ഒരുപാട് റൈസ് മാസ്കുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. പക്ഷേ അതിനൊന്നും ആവശ്യമില്ല. വീട്ടിൽ തന്നെ നമ്മളുള്ള അരി നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇതിന് മുന്നേ ഞാൻ ഒരുപാട് റൈസ് മാസ്കൊക്കെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. പക്ഷേ ഇതതുമല്ല. ഇത് കൊറിയയിലെ ചേച്ചിമാർ പ്രത്യേകമായിട്ട് അവരുടെ ഒരു സീക്രട്ടാണെന്ന് ഇതിന് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഡെഡ് സെൽസ് ഇല്ല, അതൊക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഓയിൽസ് ഒക്കെ കൺട്രോൾ ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നല്ലതാണ്. പിന്നെ എന്താ മോയ്സ്ചറായിട്ടിരിക്കാനും ഗ്ലോ തരാനും പിന്നെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരു 2 ഇൻഗ്രീഡിയൻസ് കൂടി ഉണ്ട്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് കാണാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ കൊറിയൻ റൈസ് മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കഴിക്കാനുണ്ടാക്കിയ ചോറിൽ നിന്ന് ഒരു സ്പൂൺ മീഡിയം സ്പൂണ് ചോറ് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ. ശരിക്കും പോലെ അരഞ്ഞിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് നല്ലോണം അരിച്ചെടുക്കുക. എനിക്കത് അരിച്ചെടുക്കേണ്ട ആവശ്യം വന്നില്ല, നല്ല അരച്ചെടുത്തോണ്ട് ഇതുപോലൊരു തിക്നെസ്സിലുള്ളൊരു ഇതാണ് കിട്ടിയിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് അലോവേറ ജെല്ല് ചേർത്തു. ഇനി ചേർക്കേണ്ടത് ഗ്രാംഫ്ലോർ ആണ്, കടലമാവ്. അതൊരു സ്പൂണ് അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൂന്നും കൂടെ നല്ല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് മൂന്നും കൂടെ നല്ല ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ക്രീം ടെക്സ്ചറുള്ളൊരു മിശ്രിതമാണ് കേട്ടോ കിട്ടുക. ഇതേപോലെ കിട്ടും. റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഇങ്ങനെ മിക്സ് ആക്കാൻ വേണ്ടി ഞാൻ വലിയൊരു പാത്രം എടുക്കുന്നത് ആനപ്പാത്രമാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ പാത്രം എടുത്താൽ മതി. ഇങ്ങനെ പിടിക്കണ്ടല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ കടലമാവ് ഇട്ടിട്ടുണ്ട്, അലോവേറ ഇട്ടിട്ടുണ്ട്, പിന്നെ ചോറ് ഒരുപാട് തിന്നണ്ട, കുറച്ചൊക്കെ മാറ്റി വെച്ചോ. അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ രസമല്ലേ. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുമ്പോൾ മുടിയൊക്കെ വലിച്ചു വരും, മുകളിലേക്ക് കെട്ടാറുണ്ട്. ഇന്ന് ഞാൻ ചെയ്തില്ല. ഇന്ന് ഞാൻ കുറച്ച് ഒരുങ്ങി വന്നിരിക്കുന്ന കാരണം അവിടെ ഇരുന്നോട്ടെ വിചാരിച്ചു. അല്ലെങ്കിൽ കൂതറായിട്ടല്ലേ വരാറ്. ഇന്ന് ഞാൻ പുറത്തൊക്കെ പോയി വന്ന് സുന്ദരമായിട്ടിരിക്കണോണ്ട് അതൊന്നും മാറ്റിയില്ല. കണ്ണിനടിയിലൊക്കെ അപ്ലൈ ചെയ്തോട്ടെ. നമ്മുടെ കണ്ണിനടിയിലുള്ള പഫ്നെസ്, ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറാൻ ബെസ്റ്റാണ്. അപ്പോൾ കണ്ണിനടിയിൽ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. കുറച്ച് കട്ടിയിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് പാലില്ലേ, മിൽക്ക്, അതുണ്ടെങ്കിൽ ഒരു സ്പൂണത്തിൽ കൂടെ ആഡ് ചെയ്യണത് ബെസ്റ്റാണ്. എൻ്റെ പാലില്ല, തീർന്നു പോയി. അപ്പോൾ അത് ആഡ് ചെയ്തിട്ടില്ല. അതും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ അത് ആഡ് ചെയ്തോട്ടാ. അപ്പോൾ അത് ഞാൻ കൊറിയൻ ഗ്ലാസ് സ്കിൻ സീക്രട്ടൊക്കെ ഇവിടെ അപ്ലൈ ചെയ്തു കഴിഞ്ഞതിൻ്റെ 20 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക. 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഇങ്ങനെ തുടച്ചെടുക്കുക കേട്ടോ. ഇതെല്ലാ സ്കിൻ ടൈപ്പിന് ചേരും. ഓയിൽ സ്കിൻ, ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, എല്ലാ സ്കിന്നുകാർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കുക. എന്നും ചെയ്യണമെന്നൊന്നുമില്ല, ഒരു വീക്കിലൊരു 3 ടൈംസ് ഒക്കെ ചെയ്ത് നോക്കുക. ചോറ് ഇപ്പോൾ സുലഭമായ സംഭവമുള്ളൂ, വെറുതെ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ കളയല്ലേ നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അതിൽ നിന്നൊരു സ്പൂൺ ഞാനിങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞതല്ലോ, അതുപോലെ ചെയ്ത് ഇതുപോലെ അപ്ലൈ ചെയ്യുക, വാഷ് ചെയ്ത് കളയുക. ഒരുപാട് റൈസ് ക്രീംസൊക്കെ നമുക്കിപ്പോൾ മേടിക്കാൻ കിട്ടും. പക്ഷേ അതിൻ്റെ ഒന്നും അത് മേടിക്കാൻ പറ്റുന്നവർക്ക് അത് മേടിച്ച് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതുപോലെ കുറച്ച് ചോറുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്ത് പക്ഷേ പെട്ടെന്ന് നമുക്ക് ഒരു ഗ്ലോ ഒക്കെ എന്തായാലും കാണാൻ പറ്റും. പക്ഷേ സ്ഥിരമായിട്ട് ചെയ്യുമ്പം അത് നമുക്ക് സ്ഥിരമായിട്ടുള്ളൊരു ഗ്ലോ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ ഞാൻ മുഖമൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. കൊറിയൻ ചേച്ചിമാർ പോലും ആയിട്ടില്ല, എങ്കിലും എന്താ ചെറിയ ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്, ഇങ്ങനെ ആയിരിക്കും. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യാൻ പറ്റും നമുക്കിത് കഴുകി കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഞാൻ മുഖമൊക്കെ വാഷ് ചെയ്തു. വെറുതെ പച്ചവെള്ളത്തിൽ കഴുകിയിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കഴുകിക്കളഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.